ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വെറും 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പെട്ടെന്നൊരു ചായക്കടിയൊന്നും ഇല്ല എന്നാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു റെസിപ്പി. അതുപോലെ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 2 കപ്പ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് മതി എന്നാണെങ്കിൽ 1 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളോ കരിഞ്ജീരകമോ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് കുഴക്കാറുള്ളത് അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിവിടെ അടച്ച് മാറ്റി വെക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്നിങ്ങനെ കുഴച്ചെടുക്കാം. ചെറുതായിട്ടൊന്നിങ്ങനെ കുഴച്ചെടുത്ത ശേഷം ഞാനിതിവിടെ 3 പോർഷൻസ് ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചപ്പാത്തി പലകയിൽ അല്പം പൊടി വെതറിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഉരുളി എടുത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കുന്നോ അത്രത്തോളം നല്ല ക്രിസ്പിയായി കിട്ടും നമ്മുടെ സ്നാക്ക്. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ 2 കപ്പ് മൈദ കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്നാക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്കിത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. പെട്ടെന്നൊരു ചായക്കടി വേണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് മിക്കവാറും പേർക്ക് അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.